പറയാൻ പോകുന്നത് സ്പേസ് ഡെബ്രിസിനെ കുറിച്ചാണ്. മലയാളത്തിൽ പറഞ്ഞാൽ ബഹിരാകാശ അവശിഷ്ടങ്ങൾ എന്നാണ്. അതായത് നമ്മുടെ ഭൂമിയിൽ എങ്ങനെയാണോ നമ്മൾ മാലിന്യങ്ങളെ കുന്നുകൂട്ടുന്നതോ അതുപോലെ തന്നെയാണ് സ്പേസിലും മാലിന്യങ്ങൾ ഉണ്ട്. നിങ്ങൾ എല്ലാവരും വിചാരിക്കും സ്പേസിൽ മാലിന്യങ്ങളോ? അതെ, സ്പേസിൽ മാലിന്യങ്ങൾ ഉണ്ട്. അതായത് നമ്മൾ ഓരോ വർഷവും ഡെവലപ്പ് ചെയ്യുന്ന സ്പേസ് ക്രാഫ്റ്റ്സ്, സാറ്റലൈറ്റ്സ്, റോക്കറ്റ്സ് അതിന്റെ കാലാവധി കഴിയുമ്പം അത് ഡിസ്ട്രോയ് ആകുന്നുണ്ട്. അപ്പൊ ആ പാർട്സിന്റെ അവശിഷ്ടങ്ങളൊക്കെ നമ്മുടെ സ്പേസിലാണ് കിടക്കുന്നത്. ഇപ്പോഴത്തെ സ്പേസ് ഡെബ്രിസിന്റെ അളവ് അനുസരിച്ച് ഇതൊരു മേജർ പ്രോബ്ലം ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. 1957 ബഹിരാകാശ യുഗത്തിന്റെ തുടക്കം മുതൽ ടൺ കണക്കിന് റോക്കറ്റുകൾ, ബഹിരാകാശ കപ്പലുകൾ, ഉപഗ്രഹങ്ങൾ എന്നിവ നമ്മുടെ സ്പേസിൽ വിക്ഷേപിച്ചു. എന്നാൽ ഇതിന്റെ കാലാവധി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് അവർ മുൻകൂട്ടി കണ്ടിരുന്നില്ല. ഭൂമിയെ വലം വയ്ക്കുന്ന യാതൊരു പ്രയോജനവുമില്ലാത്ത 1 സെന്റിമീറ്ററിലധികം വലിപ്പമുള്ള 9 ലക്ഷം വസ്തുക്കളാണ് നമ്മുടെ സ്പേസിൽ ഉള്ളത്. ഇത് ഭാവി ദൗത്യങ്ങളെയും ഭൗമ ആശയവിനിമയങ്ങളെയും പോലും അപകടത്തിലാക്കുന്നു. സ്പേസിൽ സ്പേസ് ഡെബ്രിസ് കുന്നുകൂടുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് നമ്മൾ വിക്ഷേപിക്കുന്ന റോക്കറ്റോ സാറ്റലൈറ്റോ നമ്മുടെ സ്പേസിലേക്ക് പോകുമ്പോൾ ഈ സ്പേസ് ഡെബ്രിസ് ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് റോക്കറ്റിലോ സാറ്റലൈറ്റിലോ തട്ടിയാൽ മതി നമ്മുടെ റോക്കറ്റും സാറ്റലൈറ്റ്സും ഒക്കെ ഡിസ്ട്രോയ് ആവാൻ കാരണമാണ്. നമ്മളൊന്ന് ചിന്തിക്കണം, എന്താണ് സ്പേസ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? സാധിക്കത്തില്ല. നമ്മുടെ സ്പേസിൽ സാറ്റലൈറ്റുകൾ അയച്ചാൽ മാത്രമാണ് നമ്മുടെ ദൈനംദിന ജീവിതം നടപ്പാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ സാഹചര്യത്തിൽ നമ്മുടെ സ്പേസിൽ സ്പേസ് ഡെബ്രിസ് കുന്നുകൂടുമ്പോൾ അതിനെ സംരക്ഷിക്കുന്നത് നമ്മുടെ കടമയാണ്. നമ്മൾ എങ്ങനെയാണോ ഭൂമിയെ സംരക്ഷിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ സ്പേസിനെ നമ്മൾ സംരക്ഷിക്കേണ്ടത്. സ്പേസ് വെബ് ഒരു മത്സ്യബന്ധന വല പോലെ ഈ വല ബഹിരാകാശത്തേക്ക് എറിയണം. സ്പേസിലുള്ള അവശിഷ്ടങ്ങൾ വലയിൽ കുടുങ്ങിയാൽ അത് ഒരു ട്രക്ക് പോലെ ബഹിരാകാശ പേടകത്തിനു പിന്നിൽ വലിച്ച് ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. അത് ഭൂമിയിലേക്ക് മടങ്ങുമ്പോൾ തത്ഫലമായി ഉണ്ടാകുന്ന ചൂട് അവശിഷ്ടങ്ങളുടെ കഷ്ണങ്ങളെ കത്തിക്കുന്നു. പൂർണ്ണമായി കത്തിത്തീരാത്ത ശകലങ്ങൾ പസഫിക് സമുദ്രത്തിലേക്ക് വീഴാൻ നയിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ ബഹിരാകാശ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള ഒരു പ്രോജക്റ്റാണ് പ്രോജക്ട് നേത്ര എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സാറ്റലൈറ്റ്സിന്റെ അവശിഷ്ടങ്ങളും മാത്രമല്ല മറ്റ് ഭീഷണികളെയും കണ്ടെത്താൻ വേണ്ടി നമ്മുടെ ISRO സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോഗ്രാമാണ് പ്രോജക്ട് നേത്ര എന്ന് പറയുന്നത്. 10 സെന്റിമീറ്റർ വലിപ്പമുള്ള 3400 കിലോമീറ്റർ പരിധി വരെ വസ്തുക്കളെ കണ്ടെത്താനും അതിനെ ട്രാക്ക് ചെയ്യാനും കാറ്റലോഗ് ചെയ്യാനും കഴിയും. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. താങ്ക് യു.